ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര, രക്ഷ രക്ഷ മഹാബാഹോ, ശാസ്ത്രേ തുഭ്യം നമോ നമഃ. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തില് മനസ്സുകൊണ്ട് നമസ്കരിക്കണോ. ഇവിടെ ഒരു സപ്താഹം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടേക്ക് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അത് ഇത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് 4-5 വർഷമായി. ഇവിടെ സപ്താഹങ്ങൾ വേറെയും നടന്നിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇത്രയും കൊല്ലമില്ലാത്ത ഒരു ക്ഷണം ഇന്ന് ഇത്തവണ എനിക്ക് കിട്ടി. ശശിയേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും വരണം, നിങ്ങളെന്തായാലും വരണം, ഇവിടെ ഉണ്ടാവണം, ഇത് കഴിയണവരെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇത് നേരിട്ടിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ കേൾക്കണം എന്ന് ഒരുപാട് കൊതിയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഭഗവാന്റെ ഒരു വിളിയും കൂടി ഉണ്ടായി. ഒരു സ്വപ്ന ദർശനത്തിൽ കൂടെ സ്വപ്നത്തിൽ കണ്ടത് ശബരിമലയ്ക്ക് പോവുക എന്നാണ്. പക്ഷെ അടുത്ത് കൃഷ്ണനെ തൊഴുന്നു, ദേവിയെ തൊഴുന്നതൊക്കെ കാണുമ്പോൾ ശബരിമലയിൽ ഇങ്ങനെ ഇല്ലല്ലോ എന്ന് തോന്നി. പക്ഷെ ഉണർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു ക്ഷണം തന്നെയാണെന്ന്. ശരിക്കും ഇവിടേക്ക് ക്ഷണിച്ചത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം. അതുപോലെ തന്നെ ഇവിടെ ഇരുത്താനൊരു നിമിത്തമായ ആചാര്യന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം. ഇവിടെ മനോഹരമായിട്ട് കഥകള് നമുക്ക് എത്രയും ഹൃദയത്തിലേക്ക് എടുത്തു വച്ച് എല്ലാവരുടെ ഹൃദയത്തിലും നമ്മുടെയൊക്കെ ഉറച്ച പാറ പോലെയുള്ള ഹൃദയത്തിനൊക്കെ ആർദ്രമാക്കിക്കൊണ്ട് കണ്ണുകളെയൊക്കെ നനച്ചുകൊണ്ട് അത്ര മനോഹരമായിട്ട് ഭക്തിയോടുകൂടിയിട്ട് അദ്ദേഹം ഇവിടെ കഥകൾ പറയണു. അങ്ങനെ ഭദ്രകാളിയുടെ കഥകളൊക്കെ പറഞ്ഞ് പഞ്ചമസ്കന്ധാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ചമസ്കന്ധത്തിന്റെ അവസാനം ഭൂലോകങ്ങള്, അത് ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങള്, താഴെയുള്ള ലോകങ്ങള്, അതുപോലെ സൗരയൂഥം, ഇതിനെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ഉണ്ടായി. അല്ല, നരകങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അനവധി നരകങ്ങളുണ്ട്, ഓരോരോ തെറ്റിനും ഓരോ നരകങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ 21 നരകങ്ങളെ പറ്റി പറയാം എന്ന് പറഞ്ഞ് 28 നരകങ്ങളെ പറ്റിയിട്ട് ഭഗവത്തിൽ പറയുന്നുണ്ട്. ധാരാളം നരകങ്ങൾ, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഓരോ നരകങ്ങളുണ്ട്. നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന പല കൊച്ചു കൊച്ചു തെറ്റുകൾക്ക് പോലും നരകയാതന അനുഭവിക്കേണ്ടി വരണോ എന്ന് പറഞ്ഞ് ധാരാളം നരകങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യം ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവണത്. അങ്ങനെയുള്ള തെറ്റുകൾക്ക് പോലും നരകങ്ങളുണ്ടെന്നാണ് പറയണേ. ഒരാളെ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മളിവിടെ വച്ച് കാണാണ്ടായി, അത് ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കേണ്ടാവും, അപ്പുറം മാറി വീണുണ്ടാവും. അപ്പോഴേക്കും നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആളാവും അത് എടുത്തുണ്ടാവുക, അത് അല്ലെങ്കിൽ അവരെടുത്തുണ്ടാവുക. ഒരു സംശയമാണ്. ആ സംശയത്തിനുള്ള
നരകത്തെ പറ്റി കൂടിയ സൂചി മുഖം എന്നുകൊണ്ട് പറയുന്നത് അത്രയും ചെറിയ കാര്യങ്ങൾക്ക് പോലും നരകം യാതന അനുഭവിക്കണം എന്ന് പറയുമ്പോൾ ചോദിക്കണോ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചോദിക്കുമ്പോൾ പറയും, വേറെ ഒരു വഴി എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം ഒരു വഴിയാണ്. നമ്മൾ ചെയ്ത തെറ്റ് അറിയാണ്ട് ചെയ്തു, അല്ലെങ്കിൽ തെറ്റാന്ന് അറിയാതെ കണ്ട് ചെയ്തു, തെറ്റാണ് തിരിച്ചറിഞ്ഞു, അതിന് നമ്മൾ വേണ്ടതായിട്ടുള്ള ഓരോ തെറ്റിനും ഓരോ പ്രായശ്ചിത്തം ഉണ്ട്. അപ്പം ആ പ്രായശ്ചിത്തം ഒരു വഴിയാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാന്ന് വെച്ചാൽ തെറ്റ് ചെയ്തു, പ്രായശ്ചിത്തം ചെയ്തു, അതിന് പരിഹാരമായി. അപ്പം വീണ്ടും തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ, ആ ഒരു വാസന ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ, അത് പോവോ? വീണ്ടും തെറ്റ് ചെയ്യുക, പിന്നെയും പ്രായശ്ചിത്തം ചെയ്യുക, തെറ്റ് ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യാന്ന് വെച്ചാൽ അത് ആനയെ കുളിപ്പിച്ച് നിർത്തിയാൽ ആ ആന അതിൻ്റെ മേത്ത് ആ മണ്ണ് വാരിയിടണ പോലെ ആവില്ലേ? അല്ലാണ്ട് ശാശ്വതമായിട്ടൊരു പരിഹാരമില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയണു, ശാശ്വതമായിട്ടുള്ള പരിഹാരം ഒന്നേ ഉള്ളൂ, ഭഗവാന്റെ നാമം ജപിക്കുക. അതിലും വലുതായിട്ടൊന്നുമില്ല. അനവധി പേരുകള് ഭഗവാനുണ്ട് അല്ലെ? നമ്മൾ എത്രയെത്ര സഹസ്രനാമം ജപിക്കണോ എന്നും രാവിലെ, എത്രയെത്ര പേരുകളാ ഭഗവാനുള്ളത്. അങ്ങനെ ഒട്ടനവധി പേരുകളുണ്ട് ഭഗവാന്. അതിലുള്ള ഏതെങ്കിലും ഒരെണ്ണം പൂന്താന മുത്തശ്ശൻ പറഞ്ഞ പോലെ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കലൊരു ദിനം ഒരു നാമം ജപിച്ചാൽ മതി. ഏതെങ്കിലും ഒരു നാമം. ഏത് നാമം ജപിക്കുമ്പോഴാണോ നമ്മുടെ ഹൃദയം ആർദ്രമാകുന്നത്, ആ ഒരു നാമത്തിനെ മാത്രം മതി. അത് ഏത് ഭാവത്തിലായിക്കോട്ടെ. കൃഷ്ണ കഴിഞ്ഞ ദിവസം ഇവിടെ പറയണ്ടായി, കൃഷ്ണനായിക്കോട്ടെ ശിവനായിക്കോട്ടെ ഏതായാലും ഒന്ന് തന്നെയാണ്. ഏത് ഭാവമായാലും, സുബ്രഹ്മണ്യനായാലും ഗണപതി ആയാലും ഭഗവതി ആയാലും എല്ലാം ഒന്ന് തന്നെയാണ്. ഭദ്രകാളിയുടെ കഥ പറഞ്ഞപ്പോൾ ജഡഭരതന്റെ പറഞ്ഞില്ല, അദ്ദേഹം എവിടെയാ കണ്ടത്? അദ്ദേഹം ആ ഭദ്രകാളിയിൽ സാക്ഷാൽ ഭഗവാനെ മഞ്ഞപ്പെട്ടെടുത്ത് കണ്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏതൊരു ഭാവത്തിലായാലും നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആർദ്രത ഉണ്ടാക്കണത് ഏത് രൂപമാണ്, അതാണ് നമുക്ക് ഉചിതമായ രൂപം. നമ്മൾ ജപിക്കുമ്പോൾ ഒരു ആർദ്രത നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടോ, അതാണ് ഉചിതമായ ആ നാമം. അങ്ങനെയുള്ള നാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയാണ്. അജാമിളൻ എന്നു പേരായ ഒരു ബ്രാഹ്മണന്റെ കഥ പറഞ്ഞു തരുന്നു നമുക്ക്. അതില് ആ അജാമിളൻ എന്ന പേരായ ബ്രാഹ്മണൻ ചെറുപ്പത്തിൽ തൊട്ടിട്ട് ബ്രാഹ്മണ കുടുംബത്തില് അവരുടേതായ സ്വാധ്യായങ്ങള്, പൂജകള്, ഹോമങ്ങളൊക്കെ അവർക്ക് നിത്യോപാസനയായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ഗൃഹത്തിൽ വരണ എല്ലാവരും അത് പഠിച്ചിരിക്കും. അപ്പോൾ ഈ അജാമിളനും ചെറുപ്പത്തിലെ തൊട്ട് അച്ഛൻ അത് വേണ്ട വിധത്തിലൊക്കെ പഠിപ്പിച്ച് ആ യാഗങ്ങളും ഹോമങ്ങളൊക്കെ ചെയ്യാനും എല്ലാത്തിനും ഉണ്ടായി ആ ഈശ്വരോപാസന ചെയ്ത് കഴിയുന്ന ഒരാൾ തന്നെയായിരുന്നു. പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ, ഹോമത്തിന് വേണ്ട സാധനങ്ങൾ, ചമതയും ദർഭപ്പുല്ലും ഒക്കെ അന്വേഷിച്ചൊരിക്കല് പോയ സമയത്ത്, കാട്ടിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു കാഴ്ച കാണുകയാണ്. ഒരു വേശ്യാസ്ത്രീ ഒരാളായിട്ട് സംഗമിക്കുന്നതായിട്ടുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി. കഷ്ടം, ഇത്രയും നല്ലൊരു ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഗൃഹത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസം പോയപ്പോൾ അവരിവിടെ എങ്ങാനും ഉണ്ടാവുമോ, ഇനി ആദ്യം ഈ കാഴ്ച കാണേണ്ടി വരുമോ എന്നുള്ളതോട് കൂടിയിട്ടൊന്ന് നോക്കിയപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ആ കാഴ്ച കാണേണ്ടി വന്നു. പിന്നത്തെ തവണ പോയപ്പോൾ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കി അവസാനം എന്ത് പറയണു, ഈ അജാമിളൻ ആ സ്ത്രീയുമായിട്ട് സംഗമത്തിലായി. എല്ലാം ഉപേക്ഷിച്ചു. അച്ഛനെ ഉപേക്ഷിച്ചു, അമ്മയെ ഉപേക്ഷിച്ചു, ഭാര്യയെ ഉപേക്ഷിച്ച്, ആ ഗൃഹത്തെ ഉപേക്ഷിച്ചിട്ട് അവളുടെ കൂടെ കഴിയാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ് ചെയ്യാത്ത ഒരു ബ്രാഹ്മണനാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ചെയ്യാത്ത വൃത്തികളൊന്നുമില്ല. അത്രയും ദുർവൃത്തനായിട്ട് നടക്കുകയാണ്. എന്തെല്ലാം ആഗ്രഹങ്ങൾ അവള് പറയണു അത് മുഴുവൻ സാധിപ്പിച്ചു കൊടുക്കാൻ എല്ലാവിധത്തിലുള്ള ആ ദുർവൃത്തികളും ചെയ്ത് അവളെ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കി.
അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അവർക്ക് 10 മക്കളുണ്ടായി. ഈ 10ാമത്തെ കുട്ടി ഉണ്ടായത് 84 വയസ്സ് 85 വയസ്സുള്ളപ്പോഴത്രേ. കാരണം 88 വയസ്സിലാണ് ഇപ്പോൾ നമ്മൾ ഈ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഒരു 84 വയസ്സ്. അപ്പം അത്രയ്ക്കും ഒരു ആഗ്രഹങ്ങൾ, കാമനകൾ, ആ ഭോഗാസക്തിയൊക്കെ എത്രയും ഉണ്ടായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഭഗവാന്റെ കാരുണ്യാണ് അവിടെ വരുന്നത്. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ എന്തോ പേരിട്ടു. പക്ഷേ ഈ ഒരു കുഞ്ഞിനെന്താ നാരായണ എന്ന് പേരിടാനാണ് തോന്നിയത്. അങ്ങനെ കുട്ടിയോട് ഒരു എന്തെന്നില്ലാത്തൊരു ഇഷ്ടം. ആ ഒരു പ്രായമാകുമ്പോഴേക്കും പിന്നെ ഒന്നിനും വയ്യാത്തൊരവസ്ഥയായി. പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റണില്ല. അപ്പം എന്ത് ചെയ്യണം? ഈ കുട്ടിയുടെ പിന്നാലെയായി എപ്പോഴും. ആ മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയൊക്കെ നോക്കിയാൽ അറിയാം, ആ ഒരു പേരക്കുട്ടി ഉണ്ടായാൽ പിന്നെ അവരുടെ പിന്നാലെയാണ്. ആ കുട്ടിയുടെ കളി കാണുക, അതിൻ്റെ പിന്നാലെ നടന്ന് അത് കാണിക്കുന്നതൊക്കെ കണ്ട് സന്തോഷിച്ച് അങ്ങനെ ഇദ്ദേഹത്തിന് പുത്രനാണ്, ആ പൗത്രന്റെ പ്രായത്തിലുള്ള പുത്രൻ. ആ കളികളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത് എപ്പോഴും നാരായണ, നാരായണൻ എവിടെയാ? നാരായണ, നാരായണൻ ഉണ്ടോ? നാരായണ, ഉറങ്ങൂ നാരായണ, സമയമായില്ലേ നാരായണ, വെയിലത്ത് പോവല്ലേ നാരായണ, അയ്യോ നാരായണ മഴയാണ് നാരായണ. ഇത് ഇങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ. നാരായണൻ എന്ന് പേരിട്ടിട്ട് ഈ ഒരു അജാമിളൻ മാത്രമായിരിക്കില്ല ആ നാരായണ നാമം പറയുണ്ടാവുക. ആ ഗൃഹത്തിലുള്ള എല്ലാവരും അവനെ നാരായണ നാരായണ എന്ന് തന്നെയല്ലേ വിളിക്കണത്. അപ്പൊ ആ ഗൃഹത്തില് നാരായണ നാമം നിറഞ്ഞു നിന്നു എന്നാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സ്ത്രീ, അത്രയും പല പുരുഷന്മാരെ തേടി നടന്നൊരു സ്ത്രീ, ഇദ്ദേഹത്തിന്റെ സംഘം കൊണ്ട് പല പുരുഷന്മാരെ തേടാണ്ടായിരുന്നു. നോക്കൂ, ആ സത്തുക്കളോട് സംഘം ചെയ്യുമ്പോൾ അവരുടെ ആ അസത്ത് നീങ്ങിപ്പോണതാണ്. ഈ സ്ത്രീ പിന്നെ ആരുടെ കൂടെയും പോയില്ല, ഇദ്ദേഹത്തിലൂടെ മാത്രമാണ് അത്ര നിന്നത്. അങ്ങനെ അവസാന കാലം കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊണ്ടുപോകാനായിട്ട് യമദൂതന്മാർ വരുന്നു. യമദൂതന്മാർ വരുന്ന സമയത്ത് അദ്ദേഹം ഉറക്കെ, തൻ്റെ കുട്ടിയാണ്, ഈ രൂപമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു. അപ്പൊ വിചാരിക്കണോ, ഞാനിത്ര ഭയപ്പെട്ടാൽ എൻ്റെ കുഞ്ഞെത്ര ഭയപ്പെടും എന്ന് ആലോചിച്ച് ഉറക്കെ വിളിക്കുകയാണ്, നാരായണ ഉറക്കെ വിളിക്കണു. പക്ഷെ ആ വിളി പുറത്തേക്ക് വരണില്ല, ആ കുഞ്ഞ് കേൾക്കണില്ല. അതെന്തുണ്ടായി? അവനവന്റെ ഉള്ളില് അലയടിച്ചു പോയി ആ നാരായണനാമം. ഭഗവാനൊരു പേരുണ്ട്, മഹാഗർത്ത എന്നൊരു പേരുണ്ട് ഭഗവാന്. നമ്മള് കുട്ടികളായിരിക്കുന്ന സമയത്ത് ഈ കിണറ്റിൻ്റെ ഉള്ളിൽ തലയിട്ടിട്ട് ഒരൊച്ച ഉണ്ടാക്കിയാൽ ആ ഒച്ച അങ്ങോട്ട് തിരിച്ചു വരും. നമ്മൾ നമ്മുടെ പേരൊക്കെ വിളിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ നമ്മുടെ പേര് വിളിക്കുന്നുണ്ടാവും അല്ലെ, അതിൻ്റെ അലകൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അതുപോലെ ഈ മഹാഗർത്തത്തിലേക്കാണ് ആ ശബ്ദം. പുറത്തേക്ക് പോയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടാ പോവുക, അകത്തേക്കല്ലേ പോവുക. അകത്തുള്ള ഗർത്തത്തിലേക്ക് നാരായണ 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 എന്നങ്ങട് അലയടിച്ച് ആ ഗർത്തത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ ഭഗവാന് വരാണ്ടിരിക്കാനാവോ? ഭഗവാൻ നാല് രൂപത്തിൽ വന്നു എന്നാ പറഞ്ഞത്. 4 പാർഷദന്മാരുടെ രൂപത്തിൽ എന്ന് പറഞ്ഞ പാർഷദന്മാരൊന്നുമല്ല, ഗുരുവായൂരപ്പൻ തന്നെ 4 രൂപം എടുത്തത് തൻ്റെ ഭക്തന്റെ അടുത്തേക്ക് ഓടി വരാൻ. ഗുരുവായൂരപ്പൻ 4 ഭാവത്തിൽ ഒരാളായിട്ട് ചെന്നാൽ പറ്റിയില്ലെങ്കിൽ വെച്ച് 4 നാമല്ലേ വിളിച്ചത്, 4 അക്ഷരാണ്. ആ 4 അക്ഷരവും ഓരോ ഭഗവാന്റെ ഓരോ രൂപങ്ങളായിട്ട് വന്ന് പെട്ടെന്ന് പതിച്ചു എന്നാ പറയണേ. ആ വിളി അവിടെ തട്ടിയ ഉടനെ ആ 4 അക്ഷരം 4 രൂപങ്ങളായിട്ട്, നാരായണ രൂപങ്ങളായിട്ട് വന്ന് പതിച്ചു. അത് കഴിഞ്ഞിട്ട് മറ്റ് യമദൂതന്മാരോട് പറഞ്ഞു, മാറി നിൽക്ക്, തുടരുത് എന്ന് പറഞ്ഞു. അതെന്താ, നിങ്ങളാരാ? ഞങ്ങളാരോ ആയിക്കോട്ടെ, ഈ ജീവനെ തൊടാൻ പാടില്ല എന്ന് പറയാ. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ യമദൂതന്മാരാണ്. അപ്പൊ നിങ്ങൾ യമദൂതന്മാരാണെങ്കിൽ ഇദ്ദേഹത്തിനെ എന്തിനാ കൊണ്ടുപോകാൻ വന്നേ? അപ്പൊ ഇദ്ദേഹം ചെയ്ത അനവധി ദുഷ്കർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ നിരത്തി വെച്ച് പറയുകയാണ്. അപ്പോൾ പകുതി വരെ പറഞ്ഞു മതി, നിർത്തിക്കോളൂ, ഇതൊക്കെ എനിക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇദ്ദേഹം
ഭഗവാന്റെ നാമം ഉച്ചരിച്ചു. ആ അന്തേ നാരായണ സ്മൃതി, അവസാന കാലത്ത് ആ നാരായണാന്ന് വിളിച്ചു. ഇനി അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയണു. അപ്പോ അത് പറയാ, അതിന് നാരായണാന്ന് വിളിച്ചത് ആ ഉണ്ണിയെ ഉദ്ദേശിച്ചിട്ടല്ലേ വിളിച്ചേ. ഏത് പ്രകാരത്തിലായിക്കോട്ടെ, ഏത് നാമ വിളിച്ചത്? നാരായണ എന്നാണ്. ആ നാരായണൻ സാക്ഷാൽ നാരായണിലേക്കാണ് അത് എത്തിയത്. ഉണ്ണി കേട്ടില്ലല്ലോ, ഉണ്ണിയാണ് വിളിച്ചത്. ശരി, ആ വിളി പുറത്തേക്കല്ലല്ലോ വന്നത്, അകത്തേക്കല്ലേ പോയത്. അത് നാരായണിലേക്കാണ് എത്തിയത്. അതാ സാക്ഷാൽ നാരായണൻ തന്നെ വന്നു. കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഈ സംഭാഷണങ്ങളൊക്കെ കിടന്ന് കേൾക്കുന്ന അജാമിളൻ ഇതാ കേൾക്കണു. ഈ സംഭാഷണങ്ങളൊക്കെ കേൾക്കുകയാണ്. അദ്ദേഹത്തിന് ആ ഭഗവാന്റെ ആ വാത്സല്യം, അപ്പൊ അദ്ദേഹത്തിന് ആ തൻ്റെ ചെറുപ്പകാലൊക്കെ ഓർമ്മ വന്നു. അച്ഛൻ്റെ കൂടെ ജപിച്ചതും പൂജ ചെയ്തതും ഓരോന്നും ഓർമ്മ വന്നു. അന്ന് ഉപാസിച്ചതൊക്കെ ഓർമ്മ വന്നു. അത്ര നല്ലൊരു ജീവിതം ഉണ്ടായിട്ട് അതിനൊക്കെ വിട്ട് ഇങ്ങനെ പോകേണ്ടി വന്നില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. അദ്ദേഹത്തിന് ആ പശ്ചാത്താപായി. അപ്പൊ അദ്ദേഹം ഒരക്ഷരം അങ്ങോട്ട് പറയാൻ പോണേക്കാളും മുമ്പ് എന്തുണ്ടായി? ആ യമദൂതന്മാരും ആ വിഷ്ണു പാർഷദന്മാരും ആ 4 നാരായണ സ്വരൂപങ്ങളും അങ്ങോട്ട് മറഞ്ഞുപോയി. അദ്ദേഹം ആ യമദൂതൻ പോയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ തീർന്ന അദ്ദേഹം ഇനിതാ നാരായണനെ തന്നെ, നാരായണ നാമം മാത്രമേ ജപിക്കുള്ളൂ, നാരായണനെ തന്നെ ആശ്രയിക്കുള്ളൂ എന്ന് പറഞ്ഞ് നേരെ ബദരികാശ്രമത്തിലേക്ക് പോയിട്ട് ആ നാരായണ നാമം ജപിച്ച് 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 നാരായണനില് ലയിച്ചു ചേർന്നു എന്നുള്ളൊരു കഥ. ഇതാണ് കഥ. ഈ കഥ ഇവിടെ ധാരാളം സപ്താഹങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനുള്ള സമയത്ത് തന്നെ ഒരു 5-6 സപ്താഹം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 കൊല്ലമായി ഇവിടുന്ന് പോയിട്ട്. അപ്പം ഇത്രയും സപ്താഹങ്ങൾ കേട്ട ഈ കഥ എല്ലാവർക്കും നമുക്കറിയാം. ഇത് കേൾക്കാണ്ടിരിക്കില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണ്? ആരാണ് അജാമിളൻ? എന്തുകൊണ്ടാണ് അജാമിളൻ ഇങ്ങനെ വന്നത്? ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ? ആലോചിച്ച് നോക്കിയാൽ അജാമിളൻ എന്ന് വെച്ചാൽ മായയോടുകൂടി ആരാണോ ചേർന്നത് അതാണ് അജാമിളൻ എന്ന് പറയണത്. ആ അജാമിളൻ ആരാണ്? നമ്മൾ തന്നെയല്ലേ? ആലോചിച്ച് നോക്കൂ. നമ്മളെ ചെറിയ കാലത്ത് നമ്മുടെ അച്ഛനമ്മമാരെന്ത് ചെയ്യും? അടിയിലിരുത്തി നാമം ജപിപ്പിച്ച് ഓരോന്നും പറഞ്ഞു തന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി നമസ്കരിപ്പിച്ച് നാമം ജപിക്കാൻ പഠിപ്പിച്ച് ഒരു പ്രായം വരെ നമ്മൾ അച്ഛനമ്മമാര് പറഞ്ഞതൊക്കെ കേട്ട് നാമം ജപിക്കും. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞ് നമുക്ക് എവിടെ പോയപ്പോഴാണ്? കാട്ടിൽ പോയപ്പോഴാണ് കാണുന്നത് അല്ലേ? ഒരു പ്രായം കഴിഞ്ഞ് ഈ കുട്ടികൾ മറ്റുള്ള ആ ഒരു പ്രായം കഴിഞ്ഞതാ അവരുടേതായ ഒരു ലോകത്തിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ആദ്യമൊക്കെ അവർക്ക് മറ്റുള്ളവർ ഓരോ കാര്യത്തില് ആ സുഖത്തിലും മറ്റിലൊക്കെ മുഴുകിയിട്ട് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിലെ മദ്യവും മയക്കുമരുന്നും മറ്റു പലതൊക്കെ ആയിട്ട് നടക്കണ കാണുമ്പോൾ ആദ്യമൊക്കെ ഇവർക്ക് അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ കുറേശ്ശെ കഴിഞ്ഞാൽ അവർക്കും അതിനോട് ചേർന്ന് ഇതാണ് സുഖം എന്ന് വിചാരിച്ചതാണ്. അവരും അതിനോടുകൂടി ചേർന്ന് അത് അനുഭവിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഓരോന്നും അനുഭവിച്ച് അവസാന കാലത്ത് അനങ്ങാൻ വയ്യാണ്ട് കിടക്കണ സമയത്ത് ആലോചിക്കും, ചെയ്ത തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ് ചെയ്യണത്. അവിടെ പറയണു, ആ പശ്ചാത്തപിച്ച് പിന്നെയും നാരായണനാമം ജപിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയണ്ട്. നമുക്കൊക്കെ ഈ ജന്മം കൊണ്ട് അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുമോ? ആലോചിച്ച് നോക്കൂ. നമ്മളുടെ കഥയാണത്. എത്ര നാമം ജപിപ്പിച്ചു, ഇവിടെ എത്ര സപ്താഹങ്ങൾ നടന്നു. ഇവിടെ വരണ സമയത്ത് കഥ കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ഓടി വന്നത്. ഇവിടെ ഇരുന്ന് എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോഴും അതിൻ്റെ കൂടെ ഒരു മോഹം ഉണ്ടായിരുന്നു. ഇവിടെ എന്നും ഹരേ രാമനാമം ജപിക്കും സപ്താഹത്തിനൊക്കെ. ആദ്യം എന്നും വരുമ്പോൾ അതൊക്കെ കൊതിച്ച് ഉച്ചനേരത്ത് ആ നാമലഹരിയിൽ മുങ്ങാൻ കൊതിച്ച് ഓടി വന്നു. അപ്പം എൻ്റെ മനസ്സിലുണ്ടായ വിചാരം എന്താണെന്നറിയോ? ഇവിടെ ഇരുന്ന് ആദ്യമൊക്കെ കുറച്ച് പേര് നാമം ജപിച്ചായിരുന്നു. ഇപ്പോൾ
ഇവിടെ സപ്താഹങ്ങൾ നടന്ന് നടന്ന് നാമം ജപിച്ചിട്ട് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഒരുമിച്ച് ഉറക്കെ ആ ശരീരബോധമൊക്കെയാണ് നമ്മളെ ഇതൊക്കെ ഓരോ സപ്താഹത്തിലും പറഞ്ഞു തരേണ്ടത്. നമുക്ക് ഇതൊക്കെ ഒരുമിച്ച് ഉറക്കെ നമുക്ക് ജപിക്കാനായിട്ട് നമ്മളെ എത്രയോ ആചാര്യന്മാര് മഹാത്മാക്കൾ ഇവിടെ വന്നിരുന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കാൻ ഈശ്വരൻ കൊണ്ടുവന്നിരുത്തി ആ സാക്ഷാൽ എത്രയോ സപ്താഹം നടത്താൻ എത്ര ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ ഗിരീഷിനോടൊക്കെ എത്രയോ കാലങ്ങളെ കൊണ്ട് പറയുന്നു ഒരു സപ്താഹം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സപ്താഹം തുടങ്ങിയത്. അപ്പൊ അത്രയും ആ ഭഗവാന്റെ കാരുണ്യാണ് അത്, വേറെ ഒന്നുമല്ല. ഇവിടെയല്ല ആ ധർമ്മശാസ്താവിന്റെ കാരുണ്യം. നാമജപം എല്ലാ മാസവും നടക്കുന്നുണ്ട്, ഹരേ രാമ നാമജപം. അതുകൂടാണ്ട് ഉത്തരത്തിന് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ഈ നാമം നടക്കുന്നുണ്ട്, ഇതിനൊക്കെ നമ്മൾ പങ്കെടുക്കണുണ്ട്. പക്ഷേ എന്നിട്ട് ഇത്രയും നാമം ജപിച്ചിട്ടും നമ്മുടെ ഒന്നും ദേഹാബോധം, ഞാനെന്ന ഭാവം, ആ അഹംബോധയെ ഞാൻ നാമം ജപിക്കും ഇപ്പോഴും മടിയാണ്. നാവ് കൊണ്ട് ഉറക്കെ സപ്താഹവേദികളിലും സത്സംഗങ്ങളിലും ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉറക്കെ നാമം ജപിക്കണം. ഉറക്കെ നാമം ജപിച്ചാൽ നമ്മുടെ ശബ്ദങ്ങളെ കൊണ്ട് നമ്മൾ തന്നെ കേൾക്കും. അത് മാത്രമല്ല, ഇവിടെയുള്ള സർവഭൂതജാലങ്ങളിലേക്കും ആ നാമം എത്തും. ആ നാമം എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ശ്രദ്ധിച്ച കാര്യമാണ് രണ്ടരണകള്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ കഥ പറയാൻ തുടങ്ങുമ്പോൾ ഇവിടെ വന്നിരുന്ന് അവര് അത്ര കാര്യമായിട്ട് രണ്ടരണകളെ എപ്പോഴും ശ്രദ്ധിക്കും. ഇത് ഏതോ ജന്മത്തിൽ എന്തെങ്കിലും സുഹൃത്തം ചെയ്തവരാവും. അത് ചിലപ്പോൾ അവര് പറഞ്ഞത് ഒരു ഈച്ചയെ പിടിക്കാനോ എന്തെങ്കിലും ആവും. എന്തായിക്കോട്ടെ, ഒരു സപ്താഹവേദിയുടെ മുന്നിലല്ലേ ഇരിക്കണേ. അപ്പോൾ അവര് അങ്ങനെയുള്ള ജീവികൾ ധാരാളമുണ്ട്. അവർക്കൊക്കെ ഒരു മുക്തി ലഭിക്കാൻ വേണ്ടി നമ്മുടെ നാമജപം ഞാൻ വിചാരിച്ചു സത്യമായിട്ടും ഉറപ്പിച്ചിട്ടാ വന്നേ. ഇവിടെ ധാരാളം ഞാൻ ചെറിയ രീതിയിൽ ഭഗവാന്റെ കഥയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയും കോഴിക്കോട് പള്ളിപ്പാട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകണം, അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. അവിടെയുള്ള എല്ലാവരും ഉറക്കെ നാമം ജപിക്കും. അവർക്കൊരു മടിയില്ല. അവർ രാവിലെ സപ്താഹം തുടങ്ങുമ്പോഴേക്കും ഇവിടെ നിറയെ ആൾക്കാരുണ്ടാവും. കഴിഞ്ഞാലും അവർ പോവുള്ളൂ എന്നെല്ലാം അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിക്കും സങ്കടം വന്നു എനിക്ക്. ആരും കസാരകളിലിരിക്കണം ഒരാൾ പോലും നാമം ജപിക്കണില്ല. ഇത്രയും നാമജപം കേട്ടിട്ടും ഒരാൾ പോലും ആ നാണം വിട്ട് നാമം ജപിക്കണേ ഇല്ല. നാമമഹിമയൊക്കെ നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞ് കേട്ട് ഈ മൈക്കിനൊക്കെ നാണക്കേടുണ്ടായി. ഞാനിത് ഇനി പറയണമെന്ന് മൈക്ക് വരെ ചോദിക്കാം. എനിക്ക് കറണ്ട് പോകേണ്ടത് അതാണ്. അതിന് ദേഷ്യം വരും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആരും ശ്രദ്ധിക്കണമില്ല, കേൾക്കണമില്ല. ഇവിടെ മനോഹരമായിട്ട് കഥകൾ പറയണു. ഇത്രയും മനോഹരമായിട്ട് കഥകൾ ഭക്തിയോടുകൂടി പറയുമ്പോൾ അതുപോലും കേൾക്കാണ്ട് പുറകിലിരുന്ന് വർത്തമാനം പറയാന്ന് പറയുമ്പോൾ നോക്കൂ, ഭഗവാൻ കാരുണ്യത്തോടു കൂടി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി എത്രയോ മഹാത്മാക്കളെ കൊണ്ടുവന്നത് അവിടെ ഇരുത്തി പറയിക്കണു. കേൾക്കുക മാത്രമേ വേണ്ടൂ, കേൾക്കുക മാത്രം മതി, ശ്രദ്ധയോടുകൂടി കേട്ടാൽ മതി. അതുപോലും നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ എന്താ കാര്യം? ആസ്വദിച്ച് കേൾക്കണവനെ പരിഹസിക്കാൻ ധാരാളം പേരുണ്ടാവും. കണ്ടില്ലേ, മറ്റുള്ളവരെ കാണിക്കാനാണ്. പക്ഷെ ഇതൊന്നും പരിഹസിക്കണവരൊന്നും എന്താ അറിയണില്ല. അവരത്ര ആനന്ദത്തിലാണ്. അവരാനന്ദത്തിൽ അലിഞ്ഞിരുന്ന് ധാരാളം പേര് അങ്ങനെ അനുഭവിക്കണവരുണ്ട്. മൗനമായിട്ട് അനുഭവിക്കണുണ്ട്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉരുണ്ടൊഴുകുമ്പോൾ ചോദിക്കും, എന്തിനങ്ങനെ കരയണേ? ഇവിടെ വന്നിരുന്ന് കരയരുത്. കാരണം കരയാനാണ് കണ്ണുനീര്, ദുഃഖം കൊണ്ടാണെന്ന് മാത്രമേ നമുക്കൊക്കെ അറിയുള്ളൂ. ആനന്ദത്തിൻ്റെ കണ്ണുനീരിനെ നമുക്കറിയില്ല. അത് അനുഭവത്തിൽ തന്നെ വരണം. അപ്പോൾ ഇവിടെ നാരായണ നാമത്തിൻ്റെ മഹത്വമാണ്. ഭഗവാനെ കുറിച്ചിട്ടല്ല നാമം ജപിച്ചതെന്ന് വിചാരിച്ചിട്ടും ആ നാമം ജപിച്ചപ്പോൾ ഈശ്വരൻ കൈക്കൊണ്ടു. അപ്പം നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തോട്ടെ, എവിടെയൊക്കെ എത്തിക്കോട്ടെ, ഇപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ബാക്കി ആരോഗ്യം നിൽക്കണുണ്ടെങ്കിൽ അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല. അപ്പം ഈ ഒരു മഹത്തായ വേദിയിൽ വന്നിരുന്ന്
ഉറക്കെ നാമം ജപിക്കാൻ സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭാഗവതം കേൾക്കണത്? എല്ലാവരും ആരെയും കുറ്റം പറയല്ല, മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്നിരുന്നിട്ടും ഈശ്വരന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് എനിക്ക് നാമം ജപിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനിവിടെ വന്നിരിക്കണം എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉറക്ക നാമം ജപിക്കാൻ എന്തിനാണ് ലജ്ജ? ലജ്ജ തോന്നുന്നുണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് ഉറക്ക ജപിച്ചോളൂ. നമുക്ക് ആരും കാണണില്ല, നമ്മുടെ കണ്ണടച്ചാൽ മതി. അപ്പൊ നമ്മളെ ആരും കാണണില്ല നമുക്ക് തോന്നും. നമ്മൾ ഉറക്ക ജപിക്കുക. അങ്ങനെ എല്ലാവരും ജപിച്ചാൽ ആരൊക്കെ ജപിച്ചു എന്ന് അറിയണില്ല. നാമം ജപിക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ കഥകളും. ഇന്ന് രാവിലെ തൊട്ട് പറഞ്ഞത് നാമത്തിന്റെ കഥകൾ. നാമം ജപിക്കണം, നാമം ജപിക്കണം, നാമം ജപിക്കണം എന്ന് തന്നെയാണ്. എല്ലാ ദിവസവും അത് പറയും. അവസാനം പറയും നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം. എല്ലാ ദുഃഖവും ഇല്ലാണ്ടാക്കാൻ നാമജപം കൊണ്ടേ പറ്റുള്ളൂ. പൂർവജന്മാർജിതങ്ങളായിട്ട് നേടിക്കൊണ്ടിരിക്കണ ആ മനോമാലിന്യങ്ങളൊക്കെ നീക്കിയിട്ട് ഉറക്കെ ആനന്ദത്തോടുകൂടി അനുഭവിച്ച് നാമം ചൊല്ലാം. അജാമിളന്റെ ചെറുപ്പത്തില് അച്ഛനമ്മമാര് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തേ വഴിതെറ്റാൻ കാരണം? അത് വെറും ഒരു ചടങ്ങ് പോലെയാണ് നമ്മൾ ചെയ്തത്. ഈശ്വരന്റെ അമ്പലത്തിൽ വരണോ, പ്രാർത്ഥിക്കണോ, വഴിപാട് കഴിക്കണോ, ഇത്ര നാമം ഞാൻ 108 നാമം ജപിക്കുന്നുണ്ട്, ഞാൻ ഇത്ര സഹസ്രനാമം ചെല്ലുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഒരു കണക്ക് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്രേമത്തോടു കൂടിയിട്ട് ഭഗവാനെ ഒരിക്കലെങ്കിലും ഒരു നാമമെങ്കിലും ഒരു പ്രേമത്തോടു കൂടിയിട്ട് ആ ഗുരുവായൂരപ്പനെ ഒന്ന് കാണുവാൻ എത്ര കൊതിയെന്നോ എന്റെ കണ്ണാ വരിക നീ മുമ്പിലായി ഒന്നെടുത്തോട്ടെ എന്നുണ്ണി പൈതലേ ഉമ്മ വച്ചോട്ടെ തൃച്ചേവടികളിൽ. ആർക്കെങ്കിലും കൊതിയുണ്ടോ? നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ട് നിന്നിട്ട് ഓരോന്നും നമുക്ക് വേണ്ടിയിട്ട് എല്ലാം നൽകിയിട്ട് നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും ഭവസാഗരത്തിൽ മുങ്ങി നീന്തുമ്പോൾ ഞങ്ങൾ നിന്നെ മറന്നാലും ഞങ്ങളെ നിത്യം കാത്തുരക്ഷിക്കും ഭഗവാനേ കൃഷ്ണ കൈതൊഴാം. അങ്ങനെ നമ്മൾ മറന്നാലും നമ്മളെ മറക്കാണ്ട് ഞാൻ കൂടെ ഉണ്ട് കേട്ടോ. സുഖത്തിലൊന്നും നമ്മൾ അന്വേഷിക്കില്ല. പക്ഷെ മനസ്സൊന്ന് തേങ്ങുമ്പോൾ ഭഗവാൻ ഏതെങ്കിലും ഭാവത്തിൽ വന്ന് നമ്മളോട് പറയും ഞാൻ കൂടെ ഉണ്ട് കേട്ടോ, വിഷമിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ സദാ നിൽക്കണ ഭഗവാനെ ഒരിഷ്ടത്തോടു കൂടിയിട്ട് ഒരിക്കലെങ്കിലും നമ്മളൊരു നാമം ജപിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടിയിട്ടാണ് അച്ഛനമ്മമാരെന്താ പറയാ, ഈശ്വരകോപം ഉണ്ടാവും. നാമം ജപിച്ചില്ലെങ്കിൽ ഈശ്വരൻ കോപിക്കുന്നൊരു ഈശ്വരനെ അങ്ങനെ നമ്മളെപ്പോലെ കോപിക്കുന്നതും നമ്മളെപ്പോലെ ദ്രോഹിക്കുന്നതാണ് ഈശ്വരൻ. അത് ഈശ്വരനാണോ? ഈശ്വരനല്ലാന്നാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും തോന്നിയിട്ടുള്ളത്. സത്യം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയതല്ലേ പറയാവൂ. ഈശ്വരൻ ചെറുപ്പത്തിലായാലും ഈശ്വരകോപം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. അണ്ണനെ ഒരു കോപം ആകെ കൂടി കോപമില്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ, ഭഗവാൻ. ഭഗവാന്റെ കോപം കൊണ്ടല്ല നമുക്ക് ഓരോന്നും വന്നു ചേരണത്. എന്തുകൊണ്ടാണ് വന്നു ചേരണത്? തീയാണ്, ചവിട്ടരുത് എന്ന് എത്രയോ പേര് പറഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ കണ്ട് അതിൽ പോയി ചവിട്ടി കാല് പൊള്ളിയാൽ. ഇവിടെ ഈ വിളക്ക് വെച്ചിട്ടുണ്ട്, വരണവരോടും പോണവരോടും അതെ വിളക്കുണ്ട് കേട്ടോ, നോക്കണം കേട്ടോ, നോക്കിയിട്ടേ പോവാവോ എന്ന് അവിടുന്ന് പറഞ്ഞയച്ചാലും ആ വിളക്കുമ്മ ചെന്ന് കയറി തീ പിടിച്ചാൽ അത് ഈശ്വരകോപം. അതെങ്ങനെയാ പറയാ? അത് ഈശ്വരകോപമല്ല, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. ഈശ്വരൻ ഒരിക്കലും നമ്മളെ കോപിക്കാൻ പറ്റില്ല. ഈശ്വരനൊക്കെ നമ്മളെ കോപിച്ചു എന്നുണ്ടെങ്കിൽ ഭഗവാനെ ഭൂമി കുലുക്കുന്നത് ഈശ്വരകോപാണ്, അതീശ്വരകോപാണ്, ഇതീശ്വരകോപാണ്. ഇതൊന്നും ഈശ്വരകോപമല്ല. ഇതൊക്കെ നമ്മുടെ പ്രവൃത്തിയുടെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതൊക്കെ ആ ഈശ്വരന്റെ കോപം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഏതൊരാപത്തിലും ചേർത്ത് നിർത്തിയിട്ട്
നമ്മളെ കാത്തു രക്ഷിക്കുന്ന ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മനുഷ്യ ജന്മം കൊണ്ട് എന്താ ഫലം? എന്തിനാണ് പിന്നെ ഇരിക്കണത്? കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയപ്പോൾ ഒരു മോൻ വന്ന് കാല് തൊട്ട് നമസ്കരിച്ചു. ഞാൻ എൻ്റെ മോനെ ഒരു 30 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു മോൻ വന്ന് കാല് തൊട്ട് നമസ്കരിച്ചപ്പോൾ ആ മോന് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, എന്തൊക്കെയോ അറിയാൻ വേണ്ടി ധാരാളം പഠിച്ച് എന്തിലൊക്കെയോ PhD എടുത്തു. അവിടെ ഒന്നും നോക്കിയിട്ട്, അമ്മേ ഞാൻ കൃഷ്ണനെ കണ്ടില്ല, എനിക്ക് ഈ ഗുരുവായൂരപ്പനെ ഇവിടെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ, ഭാഗവതത്തിലേ കാണാൻ കഴിഞ്ഞുള്ളൂ, മഹാത്മാക്കളുടെ വാക്കുകളിലൂടെയാണ് കാണാൻ കഴിഞ്ഞത്, നാമത്തിലൂടെയാണ് കാണാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ നേട്ടങ്ങളെയും ഉപേക്ഷിച്ചിട്ടതാ ആ ഗുരുവായൂരപ്പനെ ശരണാഗതി ചെയ്ത് അവിടെ ആ മോൻ വന്നിരിക്കുകയാണ്. അപ്പൊ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങള്, എന്തൊക്കെ കണ്ടുപിടുത്തണ്ട് അല്ലെ. ഇപ്പൊ ഇതില് പഞ്ചമസ്കന്ധത്തില് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിന്നീട് ഇംഗ്ലീഷുകാര് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോ നമുക്കതൊക്കെ അതാണ് സത്യം എന്ന് തോന്നി തുടങ്ങി. ആ ഇംഗ്ലീഷുകാരുടെ കണ്ടുപിടുത്താണ് നമുക്ക് കണ്ടുപിടുത്തമായിട്ട് തോന്നിയത്. നമ്മളുടെ ഒന്നും നമുക്ക് മഹാത്മാക്കള് ഋഷീശ്വരന്മാർ അതൊക്കെ ശുദ്ധ കളവ്, ഭാഗവതൊക്കെ കളവ് എന്ന് പറഞ്ഞ് നടക്കണം. എന്നിട്ട് ഇത് എവിടെങ്കിലും ഈ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. ഒരു മനുഷ്യന്റെ ജനനത്തിനെ, ഒരു മനുഷ്യന്റെ മരണത്തിനെയൊക്കെ ആർക്കെങ്കിലും നിശ്ചയിക്കാൻ കഴിയോ? ഏത് നിമിഷം ആ ജീവൻ വെടിയുമെന്ന് പറയാൻ പറ്റുമോ? അതാ ഓരോന്നും എത്രയെത്ര കണ്ടുപിടുത്തങ്ങൾ നോക്കിയിട്ട് ആശുപത്രിയിൽ എത്രയെത്ര ജീവനെ രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം തത്രപ്പാടുകൾ നടത്തുന്നു. ഇവിടെയൊക്കെ ആ ജീവനെ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? മരണം ഇല്ലാത്തൊരവസ്ഥ എന്നൊക്കെ അങ്ങനെ പറയും. അത് ഈ ഭാഗവതത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ നമുക്ക്, അല്ലാണ്ട് നാമജപത്തിലൂടെ കിട്ടുള്ളൂ. നമ്മളൊക്കെ ജനിച്ചിട്ട് പൂന്താനം മുത്തശ്ശൻ പറയണ പോലെ ചത്തുപോകുന്നു പാവം ശിവ ശിവ, നാളെ ചത്തുപോയി, അത്രയേ ഉള്ളൂ. നമ്മുടെ മക്കള് നമ്മളെ ആലോചിക്കുവോ? എത്ര ദിവസമുണ്ട്? അപ്പൊ അവർക്ക് നേരമില്ല നമുക്ക് വേണ്ടി എന്തെങ്കിലും ക്രിയകളോ കർമ്മങ്ങളോ ചെയ്യാൻ നേരമില്ല. ഏറ്റവും ആദ്യം തന്നെ ചോദിക്കും, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ദുരിതങ്ങൾ വന്നെങ്കിലോ എന്നൊരു പേടി. അത് ചെറുപ്പത്തിലെ ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തോണ്ടാ. ഇന്നത്തെ തലമുറയ്ക്ക് ആ പേടി ഉണ്ടാവില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് നമ്മളുടെ കുട്ടികൾക്ക്. കാരണം ചെറുപ്പത്തിൽ പറഞ്ഞോട്ടേൻ്റെ ഒരു അല അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞ ദിവസം 5 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ട് കർമ്മങ്ങളൊക്കെ തീർത്തു വെച്ച് എല്ലാം എവിടെങ്കിലും കൊണ്ട് അങ്ങോട്ട് സമർപ്പിച്ച് അവർ പോകും. പിന്നെ അച്ഛനെ ഓർമ്മയുണ്ടോ, അമ്മയെ ഓർമ്മയുണ്ടോ, ആരെങ്കിലും ഓർമ്മയുണ്ടോ? ആ മക്കളുടെ കാലം കഴിഞ്ഞാൽ നമ്മളെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഈ കാരണവരുടെ ഈ ചിത്രമൊക്കെ ഇവിടെ വെച്ചിട്ട് ഈ ചുമര് കേടാക്കേണ്ടത് എന്തിനാന്ന് പോലെ വലിച്ചെറിയും. ഈ ഭൂമിയിൽ ജീവിച്ചു കുറേ എന്തൊക്കെയോ നേടിയെന്ന് പറഞ്ഞു, ഒന്നും നേടാൻ പറ്റിയില്ല. സുഖത്തിന് വേണ്ടി അലഞ്ഞു, ഒരു സുഖവും കിട്ടിയില്ല, ദുഃഖം മാത്രം. അങ്ങനെ അലഞ്ഞ് നടന്നിട്ട് ഒന്നും നേടാനും പറ്റിയില്ല. അവസാനമൊക്കെ ദുഃഖം മാത്രം. എപ്പോഴും സർവ ആനന്ദത്തിനെ, സച്ചിദാനന്ദത്തിനെ നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയാണ് ഇത്. സച്ചിദാനന്ദം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയാണ്. നമ്മുടെ ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുന്നത് സച്ചിദാനന്ദാണ്. അതിനെ നമ്മൾ അന്വേഷിച്ചില്ല, കണ്ടുപിടിച്ചില്ല, അനുഭവിച്ചില്ല. അനുഭവിച്ചിട്ടൊക്കെ ഉണ്ട്, ഓരോ സമയത്ത് തിരിച്ചറിഞ്ഞില്ല. എന്നിട്ട് അതാ ഇങ്ങനെ ജനിച്ച് ചത്തുപോവുക, അത്ര തന്നെ ഉള്ളൂ. നാളേക്ക് ആരെങ്കിലും ഒരാൾ നമ്മളെ ഓർക്കാൻ. ഇപ്പൊ നോക്കൂ, എത്രയോ പേര് ജനിച്ച് മരിച്ചിട്ടുണ്ട്. നമ്മൾ ഭട്ടേരിപ്പാടിനെ ഓർക്കണുണ്ട് അല്ലേ, വില്യമംഗലം സ്വാമിയാരെ ഓർക്കുന്നുണ്ട്, പൂന്താനം മുത്തച്ഛനെ ഓർക്കുന്നുണ്ട്, കുറൂരമ്മയെ ഓർക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, അവര് അനേകം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരൊക്കെ ഇന്നും നമ്മുടെ ഹൃദയത്തില് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ജീവിക്കണം, അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ കിട്ടിയിട്ടും അതെ, ഓരോ പേപ്പറിൽ വന്നു, പടം വന്നു, അങ്ങനെ വന്നു. അവരെ പോലും കുറച്ച് തലമുറ കഴിഞ്ഞാൽ പഠിക്കണ കുട്ടികൾ വല്ല പുസ്തകത്തിലൊക്കെ നോക്കി കണ്ടുപിടിക്കുന്നല്ലാണ്ട് ഇതുപോലെ അവരും ഉണ്ടാവില്ല. അതുപോലെ പഠിക്കണ കുട്ടികൾ വേണമെങ്കിൽ പുസ്തകത്തിലൊക്കെ നോക്കി അത് വേണമെങ്കിൽ പഠിക്കണവർക്ക് അറിയാം, അല്ലാണ്ട് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇത്രയും കാലം
വെറുതെ കളഞ്ഞില്ലേ എന്നൊന്നും വിചാരിക്കേണ്ട. ഈ ഒരു നിമിഷം ഉണ്ടോ, അത് മതി. ആ ഒരു നിമിഷം മതി. കിട്ടുന്ന ഒരു നിമിഷമെങ്കിലും ഈശ്വരനാമം ജപിക്കാനായിട്ട് ഭാഗവതം കേട്ടാൽ നമ്മൾ അതാണ് വേണ്ടത്. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ആ ഈശ്വരനാമം ജപിച്ച് ആനന്ദത്തോട് കൂടിയിട്ട് കൊതിയോടുകൂടി ഈശ്വരന്റെ നാമം ജപിക്കാൻ കൊതിയാവണം. എവിടെങ്കിലും നാമജപണ്ടെന്ന് കേട്ടാൽ കൊതിയാവണം. നിൽക്കാൻ പറ്റില്ല വീട്ടില് നാമജപണ്ട് സപ്താഹം ഉണ്ടെന്ന് കേട്ടാൽ. ഇത് നേരമില്ലാത്തപ്പോ വേറെ ഒന്നും ഇല്ലെങ്കിൽ എല്ലാം മാറ്റി വെച്ചിട്ട് അവസാനം ഒരു മിനിറ്റ് എങ്ങാനും വന്നിരിക്കേണ്ട സ്ഥലമല്ല ഭാഗവത സപ്താഹവേദി. എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് ആ 7 ദിവസം ജീവിതത്തിൽ നമ്മൾ പല സ്ഥലത്തേക്ക് ടൂറ് പോകുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. അപ്പൊ വീട്ടിന്റെ പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടല്ലേ നമ്മൾ പോണത്. അതുപോലെ ഒരു വർഷത്തിലെ എല്ലാ സപ്താഹങ്ങൾക്കെന്ന് പറയല്ലേ, വർഷത്തിലെ ഒരു 7 ദിവസം കൊതിയോടുകൂടി ഇരുന്ന് നാമം ജപിച്ച് കഥകൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാഗവതങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ കുറേ ദിക്കിൽ വരച്ചിട്ടും കുറിച്ചിട്ടും പ്രധാനപ്പെട്ടത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അടുത്ത കൊല്ലം സപ്താഹം ഇവിടെ വരുമ്പോഴേ ഭാഗവതം നിവർത്തുള്ളൂ. അങ്ങനെയല്ല. നമുക്ക് സംസ്കൃതം അറിയില്ല, എനിക്കറിയില്ല കേട്ടോ സംസ്കൃതം. എന്നോട് ഇവിടെ വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് നിശ്ചയില്ല, വായിക്കാൻ എനിക്ക് കിട്ടില്ല. പക്ഷെ അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇന്ന ഭാഗങ്ങളാണെന്ന് നമ്മുടെ കഥ കേട്ട് 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 അത് ഉള്ളിൽ വരും. അപ്പോൾ ഒന്നും വേണ്ട, ആ ഭാഗം നിവർത്തി വെക്കുമ്പോൾ ഇന്ന ഭാഗങ്ങളാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മളവിടെ അടയാളപ്പെടുത്തിയത് കാണുമ്പോഴെങ്കിലും അറിയാലോ. ഋഷഭാവതാരം, ഭരതചരിത്രം എന്നൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ആ ആചാര്യൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു ദിവസവും ഇതൊന്ന് നിവർത്തി വച്ചിട്ട് അതൊന്ന് അനുസ്മരിച്ചാൽ തന്നെ നമുക്ക് ആ ഈശ്വരനോടുള്ളൊരു ഇഷ്ടം കൂടിക്കൂടി വരും. നമ്മൾ പക്ഷെ ഇതിനൊക്കെ ഇതാരാ ശ്രദ്ധിക്കണേ? ആരും അതിനെ വേണ്ടതുപോലെ ശ്രദ്ധിക്കണില്ല, വേണ്ടതുപോലെ സ്വീകരിക്കണില്ല. ഇപ്പോഴും സപ്താഹത്തിൽ പലരും ചോദിക്കും, ഇതിങ്ങനെ വായിക്കണത് മനസ്സിലാവുമോ? ഇതിൻ്റെ ഇടയിൽ ഈ കഥയുണ്ടെന്ന് പോലും കുറേ പേർക്ക്, കഥയില്ലാത്തവർക്ക് അറിയണില്ല. അങ്ങനെയുള്ള ആ ഭാവത്തെ ഇനിയെങ്കിലും നമ്മുടെ മനസ്സ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇനിയെങ്കിലും, ഇനി സമയമില്ല, നമ്മളൊക്കെ അങ്ങോട്ട് എത്താറായി. ഇനിയുള്ള സമയത്തെങ്കിലും ആ അജാമിളനുണ്ടായ മാനസാന്തരം പോലെ, ഇപ്പം നമ്മളൊക്കെ ഇവിടെ ഇരിക്കണോ, ആ മാനസാന്തരം പോലെ മാനസാന്തരം വന്ന് ഇനിയെങ്കിലും ആത്മാർത്ഥമായിട്ട് എല്ലാം മറന്ന് കൊതിയോട് കൂടിയിട്ട് നാമം ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിലും ഈ ജന്മം സഫലമായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു തവണ ഒരു വേദിയിലിരുന്ന് ജപിച്ചു നോക്കൂ. പിന്നെ നമുക്ക് ആ ആനന്ദം എന്താണ്, കൃഷ്ണനെ അനുഭവിക്കാനേ സാധിക്കുള്ളൂ. ഓരോന്നും ആ കൃഷ്ണൻ അനുഭവിക്കാനുള്ളതാണ്, സച്ചിദാനന്ദം അനുഭവിക്കാനുള്ളതാണ്. പിന്നെന്തിനാണ് ഈ രൂപങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ കാരുണ്യാണ്. അനുഭവിക്കാൻ ഇങ്ങനൊരു രൂപം വേണം നമുക്ക് എന്ന് തോന്നിയപ്പോൾ ഭഗവാൻ എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറാണ്. നിങ്ങളൊന്ന് എന്നെ കർഷയതി ഇത് കൃഷ്ണ എത്രയോ ആകർഷിക്കണോ, പക്ഷെ നമ്മൾ അടുക്കണില്ല. നമ്മൾ മാലിന്യത്തിന്റെ കൂമ്പാരം നടുക്കിട്ടിട്ട് ആ ഭഗവാന് നമുക്ക് ഇടയിലൊരു വിടവുണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് നാമം ജപിക്കുക, ഇതാണ് നാമത്തിന്റെ മഹത്വമാണ്. എത്രയും ദുർവൃത്തനായോ രജാമിളൻ പുത്രനെയോറ്റുതൻ പേരൊന്നുരയ്ക്കവേ സപ്തമാനാക്കിയ ജീവനെ കൈക്കൊണ്ടു കാത്ത നാരായണ കാത്തുകൊള്ളണമേ, കാത്ത നാരായണ കാത്തുകൊള്ളണമേ. ഏതോ ഒരു മഹാത്മാവിന്റെ ഉള്ളിൽ തോന്നിയൊരു ഭാവം, കാലൻ ഭീഷണമോടണയവേ ദുഷ്ടന്റെ കണ്ഠത്തിൽ നിന്നെന്തോ ഭാഗ്യവശാൽ ഭഗവത് നാമം പുറപ്പെട്ടുപോയി. പെട്ടെന്നപ്പോൾ ഇരുമ്പുലയ്ക്ക കുഴലായി ആലാസു പൂമാലയായി തേറ്റ പുഞ്ചിരിയായി പൊത്തുപശുവായി വൈവസ്വതൻ കൃഷ്ണനായി. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു ഭാവം.
കാലൻ ആ വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ നിന്നിട്ട് ഇതാ നാരായണന്ന് ഉറക്കെ വിളിച്ചപ്പോ പെട്ടെന്ന് ഇരുമ്പുലയ്ക്ക കുഴലായി ആലാസപൂമാലയായി തേറ്റ പുഞ്ചിരിയായി പോത്തുപശുവായി വൈവസ്വതൻ കൃഷ്ണനായി. എത്ര മനോഹരമാണ്! ഇത് വെറുതെ തോന്നണതല്ല, അനുഭവം തന്നെയാണ്. ഒരു ചെറിയ അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ സമർപ്പിക്കുകയാണ്. അത് കോവിഡ് വന്നിട്ട് ഇവിടെ ഒരുപാട് പേർക്ക് അറിയാം. എനിക്ക് കോവിഡ് വന്ന കഥ. കോവിഡ് വന്നിട്ട് 38 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ആ കിടന്ന സമയത്ത് ഇനിയിപ്പോൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ എന്നുള്ള ഒരവസ്ഥയിൽ ഡോക്ടർ എത്തിയ സമയത്ത് അവർക്ക് എപ്പോഴും അത്ഭുതമായിരുന്ന ഒരു കാര്യം അവരിങ്ങനെ പറയണത് എൻ്റെ ഒരു ബോധത്തിൽ കേൾക്കണത്, ഈ ഓക്സിജന്റെ അളവിൽ എന്താണ് അതിനൊരു വ്യത്യാസം, ബാക്കിയൊക്കെ ബുദ്ധിമുട്ടായിട്ടും ഓക്സിജന്റെ അളവിൽ ഒരു വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളില് നമ്മൾ ജപിച്ചത് യൊന്തപ്രവശ്യമവാചമിവാം പ്രസുപ്ത സഞ്ജീവയത്യഖില ശക്തിധരസ്വധാമ്ന അന്യാംശ ഹസ്തചരണശ്രവണാന്തർകാദിൻ പ്രണന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പൊ ആ മനസ്സിന്റെ ഉള്ളിൽ മുഴുവൻ അലയടിച്ചത് പ്രാണന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഡോക്ടർ ചോദിച്ചു പേടിയുണ്ടോ എന്ന്. ഒരിക്കലും പേടി തോന്നിയിട്ടില്ല. കാരണം ഗുരുവായൂരപ്പനല്ലേ വരിക കൈ പിടിക്കാൻ. മുരളീഗാന ലോല മധുരനാമൊരു ഗായകൻ വരും വിളിക്കും ഞാൻ പോകും വാതിൽ പൂട്ടാതെ അക്ഷണം. കൈമ പിടിച്ചിട്ട് പോവല്ലേ എന്ന് ചോദിക്കാൻ ഗുരുവായൂരപ്പനല്ലേ, പിന്നെ എന്താ പേടിയുള്ളത്? പേടിയില്ല. പക്ഷെ ഒരു കൊച്ചു ദുഃഖമുണ്ട്. കണ്ണന്റെ കഥ പറയാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. കഥ പറഞ്ഞ് കൊതി തീർന്നില്ലല്ലോ ഗുരുവായൂരപ്പ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ഒരുപാട് സ്ഥലത്തിരുന്ന് ആ കണ്ണന്റെ കഥ പറയാൻ ഓരോ നിമിഷവും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഇവിടെ കഥ പറയാനുള്ള അത്രയ്ക്കൊന്നുമില്ല. ഈ പറഞ്ഞതിനേക്കാളും മഹത്തായിട്ട് ഇവിടെ പറയാൻ നമ്മുടെ ആചാര്യനുണ്ട്. എനിക്കറിയാം അത്. പക്ഷെ ഇത് ഗുരുവായൂരപ്പൻ തരുന്ന ഒരു അനുഗ്രഹമാണ്. ഇവിടെ എന്നെ ഇരുന്നിട്ട് സപ്താഹങ്ങൾ കേൾക്കുമ്പോൾ ഈ ഒരു വേദിയിൽ ഇരുന്നിട്ട് ഒരുപാട് കൊതിച്ചുണ്ട്. എന്തൊരു കഥ കേൾക്കാൻ. ഇതുപോലെ എന്തെങ്കിലും കണ്ണന്റെ കഥ പറഞ്ഞ് അതിൽ ആനന്ദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരാണ്. അതുപോലെ ഞാൻ ഭാഗവതം വായിക്കുമ്പോൾ കഥ പറയുമോന്ന് അങ്ങനെയും ഒരു ആഗ്രഹം ഉണ്ടാകും. രണ്ടും ഗുരുവായൂരപ്പൻ ഈ വേദിയിൽ വെച്ച് സാധിച്ചു തന്നു. എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 2 നാമം ജപിച്ചിട്ട് എല്ലാവരും കൂടി ജപിക്കാൻ, ഈ പറഞ്ഞത് എന്തെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിലൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറക്ക നാമം ജപിക്കാൻ പറഞ്ഞുകൊണ്ട് 2 നാമം, അധികമൊന്നുമില്ല. ഹരേ രാമ എല്ലാവരും ഉറക്കെ ജപിക്കൂ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി എപ്പോഴും ഇവിടുന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവരും എന്നും എപ്പോഴും ഉറക്കെ ഈ ഒരു ഗോവിന്ദനാമം ജപിക്കാനായിട്ട്. അതാണ് ഇവിടെ ഈ യജ്ഞവേദിയിൽ ധാരാളം പൈസയൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ ഈ നാമം സമർപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. ദ്രവ്യം താൽക്കാലികമായിട്ട് നമ്മുടെ ആവശ്യത്തിന് അത് വേണമെന്നുള്ളതുകൊണ്ട് ദ്രവ്യത്തിനെ സ്വീകരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ മനസ്സ് സന്തോഷിക്കണമെങ്കിൽ
നാമം ജപിക്കുക തന്നെ വേണം. എല്ലാവരും ഉറക്കെ നാമം ജപിക്കണം എപ്പോഴും. ഇനി ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഗോവിന്ദനാമം മലയടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ആ കുടികൊള്ളുന്ന ആ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് എല്ലാവരിലും എപ്പോഴും സന്തോഷം ഉണ്ടാക്കട്ടെ. ആ പരമാനന്ദം അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട് ഒരിക്കലും വിദ്വേഷമില്ലാണ്ട് നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് ആത്മാർത്ഥമായിട്ട് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കണോ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ജയ് ജയ് ശ്രീ രാധേശ്യാം.